നഗരത്തിലെ തിരക്കേറിയ ആ പാതയോരം ഉച്ചസമയത്തെ കത്തുന്ന വെയിലിൽ റോഡിലെ ടർ ഉരുകി ഒലിക്കുന്നത് പോലെ തോന്നിക്കുന്നു. ട്രാഫിക് സിഗ്നലുകളിൽ വാഹനങ്ങൾ ഇരമ്പുന്നു. വഴിയോര കച്ചവടക്കാരുടെ ശബ്ദങ്ങൾ. ഇവയ്ക്കിടയിൽ ഒരു ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ ആര്യ നിൽക്കുകയായിരുന്നു. കയ്യിൽ 2 വലിയ തുണിസഞ്ചി നിറയെ സാധനങ്ങൾ. ആ സഞ്ചികളുടെ ഭാരം അവളുടെ വിരലുകളിൽ പാടുകൾ വീഴ്ത്തുന്നുണ്ട്. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുവാല കൊണ്ടൊപ്പി. അവൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി. പഴയതെങ്കിലും വൃത്തിയുള്ള ഒരു കോട്ടൺ ചുരിദാറാണ് അവളുടെ വേഷം. മുഖത്ത് മേക്കപ്പിന്റെ തിളക്കമില്ല. പകരം അതിജീവനത്തിന്റെ പോരാട്ടം നൽകിയ ഒരു തരം ഗൗരവമുണ്ട്. 3 വർഷം മുമ്പ് ഇതേ നഗരത്തിലെ ഒരു തെരുവിൽ ഒരൊറ്റ പെട്ടിയുമായി ഇറക്കിവിടപ്പെട്ട ആ പെൺകുട്ടിയല്ല ഇന്ന് അവൾ. പക്ഷേ പുറലോകത്തിന് അവൾ ഇപ്പോഴും ആ പഴയ തയ്യൽക്കാരി ആര്യ തന്നെയാണ്. പെട്ടെന്നാണ് നഗരത്തിന്റെ ശബ്ദങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഒരു ടയർ ഉരയുന്ന ശബ്ദം കേട്ടത്. അതിവേഗത്തിൽ വന്ന ഒരു കറുത്ത പുത്തൻ BMW കാർ ആര്യക്ക് തൊട്ടുമുന്നിൽ ബ്രേക്കിട്ട് നിന്നു. കാറിൽ നിന്നുയർന്ന പൊടിപടലങ്ങളിൽ ആര്യ ഒന്ന് ചുമച്ചു. കാറിന്റെ ഗ്ലാസുകൾ സാവധാനം താഴേക്ക് നീങ്ങി. അതിനുള്ളിൽ ഇരുന്ന ആളെ കണ്ടതും ആര്യയുടെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചു. വിവേക്, തന്റെ ജീവിതത്തെ ഒരു കളിപ്പാട്ടം പോലെ എറിഞ്ഞുടച്ചവൻ. 3 വർഷം മുമ്പ് നിനക്ക് എന്റെ കൂടെ നടക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആട്ടിയകറ്റിയ അതേ മനുഷ്യൻ. അവൻ കാറിൽ നിന്നിറങ്ങി. വില കൂടിയ ബ്രാൻഡഡ് ഷർട്ടും ആഡംബര വാച്ചും ധരിച്ച് അധികാരത്തിന്റെ ഗർവോടെ അവൻ അവൾക്ക് മുന്നിൽ നിന്നു. കാറിന്റെ മറുവശത്ത് നിന്ന് അങ്ങേയറ്റം മോഡേണായ വസ്ത്രങ്ങൾ ധരിച്ച് മായയും പുറത്തിറങ്ങി. നോക്ക് മായ, ഞാൻ പറഞ്ഞില്ലേ, ചില മനുഷ്യർ എത്ര കാലം കഴിഞ്ഞാലും മാറില്ല എന്ന്. വിവേക് പരിഹാസത്തോടെ ആര്യയെ ചൂണ്ടിപ്പറഞ്ഞു. അവന്റെ വാക്കുകളിൽ പഴയ അതേ വിഷം കലർന്നിരുന്നു. ആര്യ പ്രതികരിച്ചില്ല. അവൾ തന്റെ കയ്യിലിരുന്ന തുണിസഞ്ചികൾ മുറുക്കി പിടിച്ചു. അവളുടെ ഉള്ളിൽ ഒരു നിമിഷം പഴയ ഓർമ്മകളുടെ വേലിയേറ്റമുണ്ടായി. വിശന്ന് തളർന്ന് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന രാത്രികൾ, ഒരു തയ്യൽ മെഷീനിൽ നിന്ന് തന്റെ ജീവിതം തുന്നിപ്പിടിപ്പിക്കാൻ നോക്കിയ പകലുകൾ, എല്ലാം ഒരു നിമിഷം കൊണ്ട് അവളുടെ കൺമുന്നിൽ മിന്നിമറഞ്ഞു. എന്താ ആര്യ, മിണ്ടാട്ടമില്ലേ? നഗരം വിട്ടു പോയി എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോഴും ഈ പഴയ അവസ്ഥയിൽ തന്നെ ഇവിടെ കഴിയുകയാണല്ലേ? നിന്നെ ഉപേക്ഷിക്കാനുള്ള എന്റെ തീരുമാനം എത്ര ശരിയായിരുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിനെയാണല്ലോ ഞാൻ സ്റ്റാറ്റസ് നോക്കാതെ കൂടെ കൂട്ടിയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. വിവേക് പൊട്ടിച്ചിരിച്ചു. കൂടെയുള്ള മായ തന്റെ കൂളിംഗ് ഗ്ലാസ് താഴ്ത്തി ആര്യയെ പുച്ഛത്തോടെ നോക്കി. വിവേക്, ഇതാണോ നീ പറഞ്ഞ ആ പഴയ ആള്? ശരിക്കും ഒരു ലോക്കൽ ലുക്ക്. കയ്യിലെ ആ സഞ്ചിയും വേഷവും കണ്ടോ? ഇങ്ങനെയുള്ളവർക്കൊപ്പം നീ എങ്ങനെ ഇത്ര കാലം ജീവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മായയുടെ വാക്കുകൾ വിവേകിന്റെ അഹങ്കാരത്തിന് ആക്കം കൂട്ടി. ആര്യ ശ്വാസം ആഴത്തിൽ വലിച്ചെടുത്തു. അവൾ വിറക്കുന്ന ശബ്ദത്തിലല്ല സംസാരിച്ചത്, മറിച്ച് ശാന്തതയോടെയാണ്. എല്ലാവർക്കും അവരവരുടെ ചോയ്സുകൾ ഉണ്ടല്ലോ വിവേക്. എനിക്ക് എന്റെ ജീവിതത്തിൽ പരാതികളൊന്നുമില്ല. പരാതിപ്പെടാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടികളില്ല. നീ സുഖമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. വിവേകിന് ആ മറുപടി ഇഷ്ടപ്പെട്ടില്ല. അവൾ തളർന്നു കരയുമെന്നാണ് അവൻ കരുതിയത്. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് സ്വർണ്ണലിപികളാൽ അലങ്കരിച്ച ഒരു വിവാഹ ക്ഷണക്കത്ത് അവളുടെ കൈകളിലേക്ക് ബലമായി വെച്ചുകൊടുത്തു. അടുത്ത മാസം ഞാനും മായയും വിവാഹിതരാവുകയാണ്. നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ റോയൽ ഗ്രാൻഡിൽ വെച്ചാണ് ചടങ്ങ്. നിന്നെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. നീ വരണം. ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്നും ശരിയായ ക്ലാസ് എന്താണെന്നും നിനക്ക് അന്ന് അവിടെ വന്നു കാണാം. കുറഞ്ഞ പക്ഷം നല്ലൊരു ഭക്ഷണമെങ്കിലും നിനക്ക് കഴിക്കാമല്ലോ. അവൻ പൊട്ടിച്ചിരിച്ചു. ആ ക്ഷണക്കത്ത് ആര്യയുടെ കൈകളിൽ കിടന്നു വിറച്ചു. പക്ഷേ ആ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു തീ ആളിക്കത്തി. അവൾ ആ കത്ത് തുറന്നു നോക്കി. അതിൽ വിവേകിന്റെ പേരിനൊപ്പം അവൻ ജോലി ചെയ്യുന്ന സെനിത് ഗ്രൂപ്പിന്റെ മുദ്രയുണ്ടായിരുന്നു. ആ മുദ്ര കണ്ടപ്പോൾ ആര്യയുടെ ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. തീർച്ചയായും ഞാൻ വരും വിവേക്, അവൾ വിവേകിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു. ആ നോട്ടത്തിൽ ഒരു തരം കരുത്തുണ്ടായിരുന്നു. പഴയ ചില കണക്കുകൾ തീർക്കാൻ ഇത്തരം വേദികൾ ആവശ്യമാണല്ലോ. നിനക്കും മായക്കും എന്റെ മുൻകൂട്ടിയുള്ള ആശംസകൾ. സമ്മാനമൊന്നും വാങ്ങാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടാവില്ലെന്നറിയാം. വന്നാൽ മാത്രം മതി. പരിഹാസത്തോടെ അത്രയും പറഞ്ഞ് വിവേക് മായയും കൂട്ടി കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉയർന്ന പൊടിപടലങ്ങൾക്കിടയിൽ ആര്യ തനിച്ചു നിന്നു. കാർ മറഞ്ഞതും ആര്യയുടെ ഭാവം മാറി. അവൾ തന്റെ സഞ്ചിയിൽ നിന്നും മോഡേൺ സ്മാർട്ട് ഫോൺ പുറത്തെടുത്തു. അവൾ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഹലോ രാഹുൽ, ഞാനിതാ എത്തി. പുതിയ ഫാക്ടറിയിലെ ലോഞ്ചിങ്ങിന്റെ കാര്യങ്ങൾ റെഡിയല്ലേ? ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. വിവേക് ജോലി ചെയ്യുന്ന ആ സെനിത് ഗ്രൂപ്പിന്റെ ടേക്ക് ഓവർ പേപ്പറുകൾ കൂടി എന്റെ ടേബിളിൽ വെച്ചേക്കൂ. 10-ാം തീയതി വിവേകിന്റെ വിവാഹമാണ്. അന്നത്തെ ദിവസം തന്നെയാകട്ടെ നമ്മുടെ പുതിയ പ്രഖ്യാപനവും.
ആര്യ ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈകാട്ടി. സഞ്ചികളുമായി അവൾ ആ സാധാരണ ഓട്ടോയിൽ കയറി. ഓട്ടോ നീങ്ങുമ്പോൾ അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. വിവേക് കണ്ടത് ആ പഴയ ആര്യയെ ആണെങ്കിൽ അവൻ ഇനി കാണാൻ പോകുന്നത് തന്റെ ബോസിനെയാണ്. താൻ ഉപേക്ഷിച്ചത് വെറും ഒരു പെണ്ണിനെ അല്ല, തന്റെ ഭാഗ്യത്തെയായിരുന്നു എന്ന് അവന് വൈകാതെ മനസ്സിലാകും. നഗരത്തിലെ തിരക്കുകൾക്കിടയിലൂടെ ഓട്ടോ നീങ്ങുമ്പോൾ ആര്യയുടെ മനസ്സിൽ 10-ാം തീയതിയിലെ ആ വിവാഹവേദിയായിരുന്നു. അഹങ്കാരം കൊണ്ട് അന്ധനായി ഒരുവന് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം അവൾ തന്റെ മനസ്സിൽ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. അവൾ നേരെ പോയത് ഫാക്ടറിയിലേക്കായിരുന്നു. നഗരമധ്യത്തിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വമ്പൻ കോർപ്പറേറ്റ് കെട്ടിടം. അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള അത്യാധുനികമായ ഓഫീസ് മുറി. പുറത്തെ ചില്ലുജാലകങ്ങളിലൂടെ നോക്കിയാൽ നഗരം മുഴുവൻ ഒരു ഭൂപടം പോലെ താഴെ വിരിഞ്ഞു കിടക്കുന്നു. ആ മുറിയുടെ വാതിലിൽ ലളിതമെങ്കിലും ഗാംഭീര്യമുള്ള അക്ഷരത്തിൽ കുത്തിവെച്ചിരുന്നു: ആര്യ കൃഷ്ണ, ഗ്രൂപ്പ് CEO, AK ഗ്ലോബൽ ഗ്രൂപ്പ്. മുറിക്കുള്ളിലെ തണുത്ത കാറ്റിൽ ഒരു നേർത്ത സുഗന്ധം പടർന്നു നിന്നിരുന്നു. കുറച്ചു മുമ്പ് റോഡരികിൽ തുണിസഞ്ചിയുമായി കണ്ട ആ സാധാരണക്കാരിയായ ആര്യയല്ലായിരുന്നു അവിടെ ഇരുന്നത്. അവൾ തന്റെ കയ്യിലിരുന്ന ആഡംബര ക്ഷണക്കത്ത് മേശപ്പുറത്ത് വെച്ചു. അവളുടെ വേഷം ഇപ്പോൾ ഒരു വില കൂടിയ ബിസിനസ് സ്യൂട്ടാണ്. കണ്ണുകളിൽ നിശ്ചയദാർഢ്യം ഒരു അഗ്നിപർവ്വതം പോലെ ഉറങ്ങിക്കിടക്കുന്നു. വാതിലിൽ ഒരു മുട്ട് കേട്ടു. ആര്യയുടെ വിശ്വസ്തനായ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ രാഹുൽ അകത്തേക്ക് കടന്നു വന്നു. അവന്റെ കയ്യിൽ ചില സുപ്രധാന ഫയലുകൾ ഉണ്ടായിരുന്നു. ആര്യയുടെ മുഖത്തെ ഗൗരവം കണ്ട് രാഹുൽ ചോദിച്ചു: എന്തു പറ്റി ആര്യെ? വിവേകിനെ കണ്ടുമുട്ടിയത് നിന്നെ വല്ലാതെ അസ്വസ്ഥയാക്കിയോ? ആര്യ കസേരയിലേക്ക് ചാരിയിരുന്നു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ പറഞ്ഞു: അസ്വസ്ഥതയല്ല രാഹുൽ, ഒരു തരം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. അവൻ ഇന്നും എന്നെ അളക്കുന്നത് എന്റെ വസ്ത്രം നോക്കിയാണ്. ഞാൻ ഇപ്പോഴും ആ പഴയ തയ്യൽക്കാരിയാണെന്നാണ് അവന്റെ വിചാരം. എന്നെ വിവാഹത്തിന് ക്ഷണിച്ചത് അവന്റെ സ്റ്റാറ്റസ് കാണിക്കാനാണത്രേ. രാഹുൽ ആ കത്തിയെടുത്ത് നോക്കി ചിരിച്ചു. പാവം വിവേക്, അവൻ ഒരു വലിയ ചതിക്കുഴിയിലേക്കാണ് നടന്നു കയറുന്നതെന്ന് അവൻ അറിയുന്നില്ലല്ലോ. അവൻ ജോലി ചെയ്യുന്ന സെനിത് ഗ്രൂപ്പിന്റെ 70% ഷെയറുകളും നീ വാങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം കമ്പനിയിലെ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. രേഖകളിലെല്ലാം AK ഗ്ലോബൽ എന്നാണല്ലോ ഉള്ളത്. ആ പേരിന് പിന്നിൽ ആര്യ എന്ന നിന്റെ പേരാണെന്ന് വിവേക് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അവന്റെ പുതിയ ബോസ് നീയാണെന്നറിയുമ്പോൾ അവന്റെ ആ അഹങ്കാരം എവിടെ പോയി മറയുമോ ആവോ. ആര്യ എഴുന്നേറ്റ് ചില്ലുജാലകത്തിനരികിലേക്ക് നടന്നു. താഴെ ഉറുമ്പുകളെ പോലെ നീങ്ങുന്ന വാഹനങ്ങളെ നോക്കി അവൾ പറഞ്ഞു: 3 വർഷം മുമ്പ് ഇതേ നഗരത്തിലെ തെരുവിൽ അവൻ എന്നെ ഇറക്കിവിട്ടപ്പോൾ നിനക്ക് എന്റെ കൂടെ നടക്കാൻ യോഗ്യതയില്ല എന്നാണ് അവൻ പറഞ്ഞത്. അന്ന് പെയ്ത മഴയിൽ നനഞ്ഞു കുതിർന്ന് നിന്നപ്പോൾ ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ട്. ഒരിക്കൽ പണം കൊണ്ടും അധികാരം കൊണ്ടും ലോകമളക്കുന്ന ഇവനെ പോലുള്ളവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുമെന്ന്. ആ നിമിഷം ദാ അടുത്തു കഴിഞ്ഞു. രാഹുൽ ഫയൽ തുറന്ന് ആര്യയുടെ മേശപ്പുറത്ത് വെച്ചു. ആര്യെ, വിവേകിനെ കുറിച്ച് നീ സംശയിച്ചത് ശരിയാണ്. സെനിത് ഗ്രൂപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായി അവൻ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫണ്ട് വകമാറ്റി ചിലവാക്കുന്നുണ്ട്. തന്റെ ഈ ആഡംബര വിവാഹത്തിനും പുതിയ BMW കാറിനും വേണ്ടിയുള്ള പണം അവൻ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചതാണ്. വ്യാജ ബില്ലുകൾ ഉണ്ടാക്കിയാണ് അവൻ ഈ തട്ടിപ്പ് നടത്തിയത്. രേഖകൾ ഇതാ. ആര്യ ഓരോ പേജും സൂക്ഷ്മമായി പരിശോധിച്ചു. ഓരോ വരിയും വിവേകിന്റെ വഞ്ചന വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. വിശ്വാസവഞ്ചന, അത് അവന്റെ രക്തത്തിലുള്ളതാണ് രാഹുൽ. എന്നെ വഞ്ചിച്ചതുപോലെ അവൻ തന്റെ കമ്പനിയെയും വഞ്ചിച്ചു. അവൻ വിചാരിക്കുന്നത് പുതിയ മാനേജ്മെന്റ് വരുമ്പോൾ തനിക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടുമെന്നാണ്. അവന്റെ അഹങ്കാരത്തിന് ആ വിവാഹ പന്തലിൽ വെച്ച് തന്നെ അന്ത്യം കുറിക്കണം. രാഹുൽ കുറച്ചു നേരം ആലോചിച്ചു. നീ എന്താണ് ശരിക്കും പ്ലാൻ ചെയ്യുന്നത് ആര്യെ? നമുക്ക് ഇപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കാമല്ലോ. ആര്യയുടെ ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. അത് പോരാ രാഹുൽ, 10-ാം തീയതി രാവിലെ നമ്മൾ ഔദ്യോഗികമായി കമ്പനി ഏറ്റെടുക്കും. വിവേക് വിവാഹവേദിയിലേക്ക് പോകുമ്പോൾ അവന് ഒരു മെയിൽ ലഭിക്കും. പുതിയ ഉടമസ്ഥ നേരിട്ട് വിവാഹവേദിയിൽ എത്തുമെന്ന്. അവൻ എന്നെ ക്ഷണിച്ചത് അവന്റെ ക്ലാസ് കാണിക്കാനല്ലേ? എന്റെ ക്ലാസ് എന്താണെന്ന് അവൻ അവിടെ വെച്ച് കാണട്ടെ. പണം ഇല്ലാതാകുമ്പോൾ ഇല്ലാതാകുന്നതാണ് അവന്റെ മാന്യതയെങ്കിൽ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നഷ്ടപ്പെടണം. രാഹുൽ ആര്യയെ നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രതികാരമല്ല, നീതി നടപ്പിലാക്കാനുള്ള ഒരു വാശിയായിരുന്നു. ഒരു സാധാരണ തയ്യൽക്കാരിയിൽ നിന്ന് നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയിലേക്കുള്ള ആര്യയുടെ യാത്രയിൽ രാഹുൽ കൂടെയുണ്ടായിരുന്നു. രാത്രികളിൽ ഉറക്കമൊഴിച്ച് ഡിസൈനുകൾ തയ്യാറാക്കിയതും ചെറിയ കടകളിൽ നിന്ന് ഓർഡറുകൾ പിടിച്ചതും പടിപടിയായി വളർന്നതുമെല്ലാം ഒരു സിനിമാ കഥ പോലെ രാഹുലിന്റെ മനസ്സിൽ തെളിഞ്ഞു. ആര്യയെ, രാഹുൽ വിളിച്ചു. വിവേകിനോട് പ്രതികാരം ചെയ്യുമ്പോൾ നിന്റെ പഴയ സ്നേഹം നിന്നെ തളർത്തില്ലല്ലോ. ആര്യ കസേരയിൽ വന്നിരുന്നു.
വിവേക് നൽകിയ ക്ഷണക്കത്ത് അവൾ കയ്യിലെടുത്തു. ഇല്ല രാഹുൽ, എന്റെ ഉള്ളിലെ സ്നേഹം അവൻ 3 വർഷം മുമ്പ് ആ രാത്രിയിൽ കൊന്നുകളഞ്ഞതാണ്. ഇന്ന് എനിക്ക് അവനോട് സ്നേഹമോ വെറുപ്പോ ഇല്ല. അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം, അത്രമാത്രം. പണമില്ലാത്തവർക്ക് അന്തസ്സില്ല എന്ന് കരുതിയ വിവേകിന് പണവും പദവിയും ഇല്ലാതാകുമ്പോൾ ഈ ലോകം എങ്ങനെയാകുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അതൊരു പാഠമായിരിക്കണം. ആര്യ തന്റെ PAയെ വിളിച്ചു. മീര, 10-ാം തീയതിയിലെ വിവാഹത്തിന്റെ എല്ലാ ബുക്കിംഗ് വിവരങ്ങളും എടുക്കൂ. ആ ഹോട്ടലിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ടീമിനെ അവിടെ വിന്യസിക്കണം. വിവേകിന്റെയും മായയുടെയും വിവാഹം നഗരം കണ്ട ഏറ്റവും വലിയ വാർത്തയാക്കണം. പക്ഷെ അവർ വിചാരിക്കുന്നത് പോലെയല്ലെന്ന് മാത്രം. രാത്രിയിൽ ആര്യ തന്റെ വീട്ടിലെത്തി. അവൾ ആ പഴയ തയ്യൽ മെഷീന്റെ അടുത്തു പോയിരുന്നു. തന്റെ കഷ്ടപ്പാടിന്റെ പ്രതീകമായി അവൾ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മെഷീന്റെ ഓരോ ശബ്ദവും അവൾക്ക് നൽകിയത് അതിജീവനത്തിന്റെ കരുത്തായിരുന്നു. വിവേക് തന്റെ വിവാഹ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണെങ്കിൽ ആര്യ അവന്റെ വഞ്ചനയുടെ രേഖകൾ തയ്യാറാക്കുകയായിരുന്നു. മറഞ്ഞിരുന്ന ആ സത്യം വെളിപ്പെടുന്ന നിമിഷം വിവേകിന്റെ ജീവിതം എന്നേക്കുമായി മാറുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ജനലിനപ്പുറം നഗരത്തിലെ വെളിച്ചങ്ങൾ മിന്നിത്തിളങ്ങുന്നു. ആ വെളിച്ചങ്ങൾക്കിടയിൽ എവിടെയോ വിവേക് തന്റെ അഹങ്കാരത്തിന്റെ ലോകത്ത് ഉറങ്ങുന്നുണ്ടാകാം. എന്നാൽ നാളെ ഉദിക്കാൻ പോകുന്നത് ആര്യയുടെ നീതിയുടെ സൂര്യനാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. നഗരത്തിലെ ഏറ്റവും പ്രൗഢമായ റോയൽ ഗ്രാൻഡ് ഹോട്ടൽ ഒരു രാജകൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് വിവാഹവേദി ഒരുക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മുതൽ സ്റ്റേജ് വരെ ആയിരക്കണക്കിന് വെളുത്ത റോസാപ്പൂക്കളും സ്വർണ്ണ നിറത്തിലുള്ള ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നഗരത്തിലെ ഉന്നതരായ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും പ്രശസ്ത വ്യക്തികളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മൃദുവായ വയലിൻ സംഗീതം പശ്ചാത്തലത്തിൽ ഒഴുകി നടക്കുന്നു. സ്റ്റേജിൽ വിവേക് തന്റെ ഗർവ് വിളിച്ചോതുന്ന രീതിയിലുള്ള വിലകൂടിയ ഡിസൈനർ ഷർവാണി ധരിച്ചു നിൽക്കുന്നു. അവന്റെ അരികിൽ ആഭരണങ്ങളാൽ പൊതിഞ്ഞ നിലയിൽ മായയുമുണ്ട്. വിവേകിന്റെ മുഖത്ത് വിജയത്തിന്റെ തിളക്കമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ മറ്റൊരു കാര്യം കൂടി ഓടുന്നുണ്ടായിരുന്നു. താൻ ജോലി ചെയ്യുന്ന സെനിത് ഗ്രൂപ്പിന്റെ പുതിയ ഉടമസ്ഥൻ ഇന്ന് ഈ വിവാഹത്തിന് എത്തുമെന്ന് അവന് ഔദ്യോഗിക വിവരം ലഭിച്ചിരുന്നു. പുതിയ ബോസിനെ സ്വാധീനിച്ച് കമ്പനിയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാമെന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു അവൻ. വിവേക് നോക്കിയേ, ആര്യ വന്നിട്ടില്ലല്ലോ. നീ അന്ന് കൊടുത്ത ആ ക്ഷണക്കത്ത് കണ്ട് അവൾ പേടിച്ചു കാണും. ഇത്രയും വലിയൊരു ഹോട്ടലിന്റെ പടികൾ കയറാനുള്ള ധൈര്യം അവൾക്കുണ്ടാകില്ല. മായ പരിഹാസത്തോടെ വിവേകിന്റെ കാതിൽ മന്ത്രിച്ചു. വിവേക് വാതിലിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. അവൾ വരും മായ. ഞാൻ നൽകിയ ആ അപമാനത്തിന്റെ ഭാരം സഹിക്കാൻ വയ്യാതെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും. പക്ഷേ അവൾ വരണം. എന്റെ ഈ ഐശ്വര്യവും നിന്റെ ഈ സൗന്ദര്യവും കണ്ട് അവൾ നീറുന്നത് എനിക്ക് കാണണം. ആ സമയം ഹോട്ടലിന്റെ മുറ്റത്ത് ഒരു കറുത്ത ബെൻസ് കാർ വന്നിറങ്ങി. ഹോട്ടലിലെ പ്രധാന സെക്യൂരിറ്റി ഓഫീസർമാർ ഓടി വന്ന് കാറിന്റെ വാതിൽ തുറന്നു. ആദ്യം പുറത്തിറങ്ങിയത് സ്യൂട്ട് ധരിച്ച ഗാംഭീര്യമുള്ള രാഹുൽ ആയിരുന്നു. അവൻ കാറിനുള്ളിലേക്ക് തന്റെ കൈ നീട്ടി. ആ കൈ പിടിച്ചു പുറത്തിറങ്ങിയ ആര്യയെ കണ്ടാൽ കണ്ടു നിൽക്കുന്നവർ ഒന്ന് ശ്വാസമിടാൻ പോലും മറന്നുപോകും. പഴയ ആ കീറിയ ചുരിദാറല്ല, മറിച്ച് കോടികൾ വിലമതിക്കുന്ന കടും നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ ലളിതമെങ്കിലും സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന വജ്രമാല. അവളുടെ ഓരോ ചുവടിലും ഒരു രാജ്ഞിയുടെ പ്രൗഢിയും നിശ്ചയദാർഢ്യവും ഉണ്ടായിരുന്നു. അവൾക്ക് ചുറ്റും കറുത്ത വസ്ത്രം ധരിച്ച 5 സെക്യൂരിറ്റി ഗാർഡുകൾ അണിനിരന്നു. ആര്യ വിവാഹ ഹാളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആളുകൾക്കിടയിൽ ഒരു നിശബ്ദത പടർന്നു. എല്ലാവരും ആകാംക്ഷയോടെ ഈ അജ്ഞാതയായ അതിഥിയെ നോക്കി നിന്നു. സ്റ്റേജിൽ നിന്നിരുന്ന വിവേക് ആര്യയെ കണ്ടതും തന്റെ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് താഴെ വീഴാൻ പോയി. ആദ്യം അവന് അവളെ മനസ്സിലായില്ല. പക്ഷേ അവൾ സ്റ്റേജിനടുത്തേക്ക് വരും തോറും അവന്റെ ഹൃദയമിടിപ്പ് ഇരട്ടിയായി. ആര്യ, അവൻ അവിശ്വസനീയതയോടെ പതുക്കെ പറഞ്ഞു. മായയുടെ മുഖത്തെ പരിഹാസം പെട്ടെന്ന് വിവരണമായി. ആര്യയുടെ നടത്തവും അവളെ ആളുകൾ ബഹുമാനത്തോടെ നോക്കുന്നതും കണ്ട് മായ പതറിപ്പോയി. ആര്യ ശാന്തതയോടെ സ്റ്റേജിലേക്ക് കയറി. വിവേക് പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മൈക്ക് കയ്യിലെടുത്തു. അതിഥികളുടെ മുന്നിൽ അവളെ വീണ്ടും താഴ്ത്തിക്കെട്ടാൻ അവൻ ആഗ്രഹിച്ചു. സുഹൃത്തുക്കളെ, ഇതാ നോക്കൂ, എന്റെ പഴയ ഭാര്യ ആര്യ വന്നിരിക്കുന്നു. പാവം, വാടകയ്ക്കെടുത്ത സാരിയും ആഭരണങ്ങളും ഒക്കെ ഇട്ടാണല്ലോ വന്നിരിക്കുന്നത്. പക്ഷേ ആര്യ, നിനക്ക് ഈ ആഡംബരം ചേരുന്നില്ല. സെക്യൂരിറ്റിക്കാർ നിന്നെ എങ്ങനെ അകത്ത് കയറ്റി എന്നതാണ് എന്റെ അത്ഭുതം. ഹാളിൽ ഒരു ചെറിയ ചിരി ഉയരുമെന്ന് വിവേക് കരുതി. പക്ഷേ ആരും ചിരിച്ചില്ല. ആര്യ വിവേകിന്റെ തൊട്ടുമുന്നിൽ വന്നു നിന്നു. അവളുടെ കണ്ണുകളിൽ വിവേകിനോടുള്ള വെറുപ്പല്ല, മറിച്ച് സഹതാപമായിരുന്നു. വിവേക്, നീ ഇന്നും ആ പഴയ വിവേക് തന്നെ.
വസ്ത്രം കൊണ്ടും പണം കൊണ്ടും മാത്രമേ നിനക്ക് ലോകത്തെ അളക്കാൻ കഴിയൂ. നീ എന്നെ ക്ഷണിച്ചത് നിന്റെ വിജയം കാണിക്കാനല്ലേ? നിന്റെ ഈ വിജയം എത്രത്തോളം പൊള്ളയാണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലാകും. ആര്യ തന്റെ കയ്യിലിരുന്ന കവർ സ്റ്റേജിലെ മേശപ്പുറത്ത് വെച്ചു. അവൾ രാഹുലിനെ ഒന്ന് നോക്കി. രാഹുൽ ആര്യയുടെ മൈക്ക് ഓൺ ചെയ്തു. സുഹൃത്തുക്കളെ, ആര്യയുടെ ശബ്ദം ഹോൾ മുഴുവൻ മുഴങ്ങി. ഇന്ന് രാവിലെ സെനിത് ഗ്രൂപ്പ് ഒരു പുതിയ ഉടമസ്ഥ ഏറ്റെടുത്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. AK ഗ്ലോബൽ ഗ്രൂപ്പാണ് ആ കമ്പനി വാങ്ങിയത്. ആ AK ഗ്ലോബൽ ഗ്രൂപ്പിന്റെ CEO ഞാനാണ്, ആര്യ കൃഷ്ണ. ഹോളിൽ വലിയൊരു അടക്കം പറച്ചിൽ ഉയർന്നു. വിവേക് തരിച്ചു നിന്നുപോയി. അവന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? നീ വെറും ഒരു തുന്നൽക്കാരിയല്ലേ? നിനക്ക് എങ്ങനെ കോടികൾ വിലയുള്ള കമ്പനി വാങ്ങാൻ കഴിയും? അവൻ വിക്കി ചോദിച്ചു. ആര്യ പതുക്കെ അവന്റെ അടുത്തേക്ക് നീങ്ങി. ഞാൻ തുന്നൽക്കാരിയായിരുന്നു വിവേക്. പക്ഷേ നീ എന്നെ ഇറക്കിവിട്ട അന്ന് തുടങ്ങിയതാണ് എന്റെ പോരാട്ടം. കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത്. നീ ജോലി ചെയ്യുന്ന ആ സെനിത് ഗ്രൂപ്പിന്റെ ഉടമസ്ഥ ഞാനാണ്. അതായത് നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഈ തുന്നൽക്കാരിയാണ്. ആര്യ രണ്ടാമത്തെ കവർ വിവേകിന് നേരെ എറിഞ്ഞു. ഇതാണ് നിനക്കുള്ള എന്റെ വിവാഹ സമ്മാനം. നിന്റെ ടെർമിനേഷൻ ലെറ്റർ. കമ്പനിയുടെ മാർക്കറ്റിംഗ് ഫണ്ട് വകമാറ്റി നിന്റെ വിവാഹത്തിനും കാറിനും വേണ്ടി ഉപയോഗിച്ചതിന് നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നീ നടത്തിയ അഴിമതിയുടെ എല്ലാ തെളിവുകളും ഇതിലുണ്ട്. നീ മോഷ്ടിച്ച ഓരോ രൂപയും തിരിച്ചുപിടിക്കാൻ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു. ഈ ഹോട്ടലിന് നൽകാനുള്ള പണം പോലും ഇനി നിന്റെ കയ്യിലുണ്ടാകില്ല. ഹാളിലെ അതിഥികൾക്കിടയിൽ വലിയ ബഹളമായി. വിവേക് തകർന്നുപോയി. അവൻ മായയുടെ കൈ പിടിക്കാൻ നോക്കി. പക്ഷേ മായ ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടിയെറിഞ്ഞു. നീ ഒരു കുറ്റവാളിയാണോ വിവേക്? പണമില്ലാത്ത നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല. മായ തന്റെ ആഭരണങ്ങൾ വലിച്ചൂരി സ്റ്റേജിലിട്ട് അവിടുന്ന് ഇറങ്ങിയോടി. വിവേക് സ്റ്റേജിൽ മുട്ടുകുത്തിയിരുന്നു പോയി. അല്പം മുമ്പ് അഹങ്കാരത്തോടെ സംസാരിച്ച അവന്റെ മുഖത്ത് ഇപ്പോൾ മരണം പോലെയുള്ള ഭയമായിരുന്നു. അവൻ ആര്യയുടെ കാൽ പിടിക്കാൻ ശ്രമിച്ചു. ആര്യേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് തെറ്റുപറ്റി. പ്ലീസ് എന്നെ റോഡിലേക്ക് ഇറക്കി വിടരുത്. ആര്യ ഒരടി പിന്നിലേക്ക് മാറി. വിവേക്, അന്ന് മഴയത്ത് ഞാൻ നിന്റെ മുന്നിൽ കരഞ്ഞപ്പോൾ നിനക്ക് ദയ തോന്നിയില്ല. അന്തസ് എന്നത് വസ്ത്രത്തിലല്ല, സ്വഭാവത്തിലാണെന്ന് നീ ഇനി പഠിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയായിരുന്നു നീ. അത് ഞാൻ ഇന്ന് ഇവിടെ ഇറക്കി വെക്കുന്നു. ആര്യ തല ഉയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടെ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അതിഥികൾ ബഹുമാനത്തോടെ അവൾക്ക് വഴിമാറിക്കൊടുത്തു. പുറത്ത് അവളുടെ കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാറിനുള്ളിൽ ഇരുന്ന ആര്യ പുറത്തേക്ക് നോക്കി. അവളുടെ ഉള്ളിൽ വലിയൊരു സമാധാനമായിരുന്നു. പ്രതികാരത്തേക്കാൾ ഉപരിയായി നീതി നടപ്പിലാക്കിയതിന്റെ സംതൃപ്തി. പിന്നിൽ വിവാഹ പന്തലിൽ വിവേക് തനിച്ചായി. പണം പോയപ്പോൾ പദവിയും പ്രണയവും അവനെ ഉപേക്ഷിച്ചു പോയി. ആ ആഡംബര വെളിച്ചങ്ങൾക്കിടയിൽ അവൻ അന്ധകാരത്തിലായി. ആര്യയുടെ കാർ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് മറഞ്ഞു. അതൊരു പുതിയ തുടക്കമായിരുന്നു. വിവാഹ പന്തലിലെ ആ വലിയ നാടകത്തിന് ശേഷം ആഴ്ചകൾ കടന്നുപോയി. നഗരത്തിലെ ബിസിനസ് ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം AK ഗ്ലോബൽ ഗ്രൂപ്പിന്റെ വളർച്ചയായിരുന്നു. എന്നാൽ വിവേകിന്റെ അവസ്ഥ നേരെ വിപരീതമായിരുന്നു. ജോലി നഷ്ടപ്പെട്ടതിനും കമ്പനിയിൽ നിന്നും പണം വകമാറ്റി ചിലവാക്കിയതിനും പുറമെ ആഡംബര വിവാഹത്തിനായി വാങ്ങിയ കടങ്ങളും അവനെ വരിഞ്ഞു മുറുക്കി. മായ അവനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതോടെ അവൻ തീർത്തും ഒറ്റപ്പെട്ടു. അവൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആഡംബര ഫ്ലൈറ്റിൽ നിന്നും അവനെ പുറത്താക്കി. കയ്യിലുണ്ടായിരുന്ന വില കൂടിയ കാർ ബാങ്കുകാർ പിടിച്ചെടുത്തു. ഒരു വൈകുന്നേരം നഗരത്തിലെ തിരക്കേറിയ ഒരു ചായക്കടയുടെ മുന്നിൽ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളുമായി വിവേക് ഇരിക്കുകയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവന്റെ കയ്യിൽ പണമില്ലായിരുന്നു. താൻ പുച്ഛിച്ചു തള്ളിയ ആ പഴയ ആര്യയുടെ മുഖം ഓരോ നിമിഷവും അവന്റെ ഉള്ളിൽ തികട്ടി വന്നു. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് അവൻ അഹങ്കരിച്ചതെല്ലാം വെറും പൊള്ളയായിരുന്നു എന്ന് അവൻ വൈകി തിരിച്ചറിഞ്ഞു. അവൻ തന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. ആകെയുണ്ടായിരുന്നത് ആര്യ അന്ന് സ്റ്റേജിലേക്ക് എറിഞ്ഞു കൊടുത്ത ആ ടെർമിനേഷൻ ലെറ്റർ മാത്രമായിരുന്നു. അതേസമയം ആര്യ തന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന തിരക്കിലായിരുന്നു. നഗരമധ്യത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ആര്യ ക്രിയേഷൻസ് എന്ന ഡിസൈനർ സ്റ്റോർ. ഇതിന്റെ പ്രത്യേകത അവിടെ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ആര്യയെ പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളായിരുന്നു എന്നതാണ്. ഉദ്ഘാടന ദിവസം വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചുകൂടി. രാഹുൽ മൈക്കിന് മുന്നിലേക്ക് വന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനോ സിനിമാ താരമോ അല്ല, മറിച്ച് ആര്യയുടെ വിജയത്തിന് പിന്നിൽ കരുത്തായി നിന്ന ഈ സ്ഥാപനത്തിലെ ഏറ്റവും പ്രായം കൂടിയ തൊഴിലാളിയായ ലക്ഷ്മി അമ്മയാണ്. ഹാളിൽ വലിയ കയ്യടി ഉയർന്നു. ലക്ഷ്മി അമ്മ റിബൺ മുറിച്ചപ്പോൾ ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു.
പണമല്ല, മനുഷ്യത്വമാണ് തന്റെ ബിസിനസിന്റെ മൂലധനം എന്ന് അവൾ ഒരിക്കൽ കൂടി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ആര്യയെ വളഞ്ഞു. മാഡം, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരോട് എന്താണ് പറയാനുള്ളത്? ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു. ആര്യ ശാന്തമായി പുഞ്ചിരിച്ചു. എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം അവരാണ് എന്നെ ജയിക്കാൻ പഠിപ്പിച്ചത്. ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവൾ തളർന്നു പോകുമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ആ തളർച്ചയിൽ നിന്നാണ് അവൾ തന്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നത്. എന്റെ ഈ വിജയം സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഓരോ പെൺകുട്ടിക്കുമാണ് ഞാൻ സമർപ്പിക്കുന്നത്. പദവിയും പണവും നോക്കിയല്ല ഒരാളെ ബഹുമാനിക്കേണ്ടത്, അവരുടെ അധ്വാനത്തെ നോക്കിയാണ്. അന്ന് രാത്രി പരിപാടി കഴിഞ്ഞ് ആഡംബര കാറിൽ മടങ്ങുമ്പോൾ ആര്യ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് ഒരു പഴയ ബസ് സ്റ്റോപ്പിന് സമീപം തളർന്നിരിക്കുന്ന ഒരു രൂപം അവൾ കണ്ടു. അത് വിവേകായിരുന്നു. ഒരു കാലത്ത് ലോകം തന്റെ കൽക്കീഴിലാണെന്ന് അഹങ്കരിച്ചവൻ ഇന്ന് വഴിയോരത്ത് അഭയം തേടുന്നു. ഡ്രൈവർ വണ്ടി നിർത്താൻ തുടങ്ങിയെങ്കിലും ആര്യ കൈകൊണ്ട് വിലക്കി. വേണ്ട, മുന്നോട്ട് പോകാം. അവൾക്ക് അവനോട് ഇപ്പോൾ ദേഷ്യമില്ല, വെറുപ്പുമില്ല, വെറും ഒരു സഹതാപം മാത്രം. അവൻ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരു നല്ല മനുഷ്യനായി മാറട്ടെ എന്ന് അവൾ ഉള്ളിൽ ആഗ്രഹിച്ചു. ആര്യയുടെ കാർ നഗരത്തിന്റെ വെളിച്ചത്തിലേക്ക് നീങ്ങി. വിവേക് ആ കാറിന്റെ ടൈൽ ലാമ്പുകൾ അകന്നു പോകുന്നത് നോക്കി അവിടെ തന്നെ ഇരുന്നു. താൻ വലിച്ചെറിഞ്ഞ ആ മുത്ത് ഇന്ന് ആകാശത്ത് ഒരു നക്ഷത്രമായി തിളങ്ങുന്നത് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ആര്യയുടെ ബിസിനസ് അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നു. അവൾ ഒരു പഴയ ഡയറി എടുത്ത് അതിലെ അവസാന പേജിൽ ഇപ്രകാരം കുറിച്ചു. ജീവിതം നിങ്ങളെ നിലത്തിട്ട് ചവിട്ടുമ്പോൾ അതിനർത്ഥം നിങ്ങൾക്ക് ഉയരത്തിൽ പറക്കാനുള്ള സമയമായി എന്നാണ്. പരാജയമല്ല, പരാജയപ്പെടുമെന്ന ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആര്യ ആകാശം നോക്കി നിന്നു. അവൾ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. അവളെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവൾക്ക് ചുറ്റുമുണ്ട്. അവൾ പടുത്തുയർത്തിയത് വെറും ഒരു ബിസിനസ് സാമ്രാജ്യമല്ല, മറിച്ച് തകരാത്ത ഒരു ആത്മവിശ്വാസത്തിന്റെ കോട്ടയായിരുന്നു. ആ രാത്രിയിൽ ആ നഗരം കണ്ട ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ആര്യ തന്നെയായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് മുന്നിൽ ഈ ലോകം വഴിമാറിക്കൊടുക്കുമെന്ന വലിയ സത്യത്തിന് ആ നഗരം സാക്ഷ്യം വഹിച്ചു.